ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. അങ്ങനെ നമ്മളുടെ സെറ്റിൻ്റെ എക്സാം കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. പേപ്പർ 1 ജനറൽ പേപ്പർ വളരെ സിമ്പിളായിരുന്നു. നമ്മുടെ ഹൈംസ് അക്കാഡമിയെ സംബന്ധിച്ചോളം അക്കാഡമിയിൽ നമ്മൾ ലൈവായിട്ട് പഠിച്ചു പോയ പോർഷൻ തന്നെയാണ് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വന്നത്. ടീച്ചിങ് ആപ്റ്റിൻ്റെ 60 മാർക്കും വളരെ സിമ്പിളായിരുന്നു. ദെൻ അത് മാത്രമല്ല, നമ്മുടെ GK പാർട്ടും കറണ്ട് അഫെയറും നമുക്ക് പഠിച്ചു പോയ ഏരിയയിൽ തന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ തന്നെ വോയിസ് ക്ലിപ്പുകൾ അവർ ആ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഇട്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കത് കേൾക്കാനായിട്ട് സാധിക്കും. എൻ്റെ ക്ലാസ്സുകൾ അത് കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സെയിം മാം ക്ലാസ്സിൽ പറയുന്ന സെയിം എക്സാമ്പിൾസാണ് ഫുള്ള് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സും സൈക്കോളജിയും സോഷ്യോളജിയും എല്ലാം സെയിം എക്സാമ്പിൾസും സെയിം ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഈസി ആയിരുന്നു കേട്ടോ മാം. താങ്ക് യു. പാസ്സാവാനുള്ള ഇത് മാർക്കുണ്ടാവും മാഡം. നമ്മൾ കുറച്ചുകൂടെ കൂടെ ശ്രദ്ധ കിട്ടിയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 100ന് മുകളിൽ മാർക്ക് വാങ്ങാനുള്ളത് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ടൈം കിട്ടത്തില്ല, പിന്നെ കുഞ്ഞു മോളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നു. എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും ഈസി ആയിരുന്നു. എനിക്ക് മൊത്തം മിസ് തന്ന PDF അങ്ങനെയൊക്കെ കാണും. പക്ഷെ എന്നാലും ഒരുവിധം എല്ലാം എനിക്ക് മിസ് തന്ന PDF ഒക്കെ കണ്ട് പരിചയമുള്ള, പക്ഷെ എല്ലാം നമുക്ക് പഠിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ചും കൂടെ തറവായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നല്ല ഒരു ഡൗട്ടില്ലാണ്ട് കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് പക്ഷേ കറണ്ട് അഫയേഴ്സ് കണ്ട കാര്യങ്ങൾ മിസ് പഠിപ്പിച്ച PDF ആയിട്ട് എല്ലാം അതിനകത്തുണ്ടായിരുന്നു. കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എന്നാൽ പാടെന്നല്ല, കിട്ടില്ലെന്നല്ല, പക്ഷെ എന്നാലും നമുക്ക് എന്നായിരുന്നു പാസ്സാകാനുള്ളൊരു ഉറപ്പുണ്ടാവുമായിരുന്നു. എന്തായാലും മിസ് പഠിപ്പിച്ചതെല്ലാം വന്നിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ടീച്ചർ എളുപ്പമുണ്ടായിരുന്നു. ടീച്ചർ തന്ന അതേ നോട്ട്സും എല്ലാം തന്നെ ആയിരുന്നു. എനിക്ക് പിന്നെ കുറച്ച് തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു ടീച്ചറെ. എളുപ്പമുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ അതേ മതി നോട്ടും ക്വസ്റ്റ്യൻസും എല്ലാം അതേ രീതി തന്നെയായിരുന്നു.
നമ്മളുടെ ലൈവ് സെഷൻസ് എല്ലാം ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഓരോ ടോപ്പ് ICT ആണെങ്കിൽ ICTന്റെ ബേസ് തൊട്ട് അതിന്റെ ഏറ്റവും നമ്മൾ ഇന്ന് വരെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ കൃത്യമായിട്ട് ഒരു സ്റ്റോറി പോലെ നമ്മൾ പോകും. അതിനിടയിൽ എല്ലാ ഏരിയ ഓരോ ടോപ്പിക്കും എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റൻസും മോഡൽ ക്വസ്റ്റൻസും ഒക്കെ ഡിസ്കസ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ചെറിയ ഫീസിൽ ഏറ്റവും നല്ലൊരു കോച്ചിങ് നമ്മൾ ഉറപ്പ് തരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ബിൽറ്റ് ഇൻ ബ്രൗസർ പ്രൊവൈഡഡ് വിത്ത് വിൻഡോ 10, 11 എക്സെട്ര. നമ്മൾ പറഞ്ഞു വിൻഡോ 10, 11 ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്രൗസറാണ് എഡ്ജ് എന്ന് പറയുന്നത്. മറക്കരുത്, എഡ്ജ്. അടുത്തത് വാട്ട് ഈസ് എ ബ്രൗസർ. ബ്രൗസർ എന്താണ്? കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. എന്താണ് ഒരു ബ്രൗസർ എന്ന് പറയുന്നത്? അതായത് നമുക്ക് കാര്യങ്ങൾ വെബ് പേജിൽ നിന്ന് എടുക്കാൻ, അല്ലെ, സോഫ്റ്റ്വെയർ ദാറ്റ് എനേബിൾ ഇന്റർനെറ്റ് യൂസർ ടു വ്യൂ എ വെബ് പേജ്. വെബ് പേജിൽ നമുക്ക് നോക്കാനും പഠിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന ബ്രൗസർ എന്ന് പറഞ്ഞത്. എന്ന് ഓർത്ത് നോക്കുക, സോഫ്റ്റ്വെയർ ദാറ്റ് എനേബിൾ ഇന്റർനെറ്റ് യൂസർ ടു വ്യൂ എ വെബ് പേജ്. നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ ഓഫ് വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാണ്? മൊസില്ല, ഒപ്പറ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, നെറ്റ്സ്കേപ്പ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർബോക്സ്. ഇതെല്ലാം ഓൾ ഓഫ് ദ എബോ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതെല്ലാം എന്താണ്? വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിൾ ആണ്.